അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് എടുക്കണം. പിന്നെ നമ്മൾ നെയ്യൊന്നും പാടില്ല കേട്ടോ. ഞങ്ങളിവിടെ എടുത്തുള്ള 1 കിലോ ബീഫാണ്. ഇത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് എണ്ണയും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ല നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആകെ 80% മാത്രമേ വേവിക്കുന്നുള്ളൂ. ബാക്കി 20% നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകും. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇതൊരു ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിവിടെ ബീഫെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കടുക് പൊട്ടിക്കും. ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചത്. എന്നിട്ട് അതിലേക്ക് കടുകൊക്കെ നല്ല പൊട്ടിയതിന് ശേഷം നമ്മൾ വേപ്പിൻ്റെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ 1/4 കപ്പ് ജിഞ്ചറും 1/4 കപ്പ് ഗാർലിക്കും നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ല വഴറ്റിയെടുക്കുക. ഞങ്ങൾ ചോപ്പ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്, പേസ്റ്റ് അല്ല. അതൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പച്ചമണം പോയതിനു ശേഷം നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബീഫ് ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ നല്ല ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 കപ്പ് വിനാഗിരി ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു കമൻറ്റ് ലീവ് ചെയ്യണേ. താങ്ക് യു.